ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മിനി കലണ്ടറാണ്. അതിനായിട്ട് ആവശ്യമായി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കും ഫ്ലെക്സ് ക്യൂക്കുമാണ് വേണ്ടത്. ഐസ്ക്രീം സ്റ്റിക്ക് ഞാൻ കാണിച്ച പോലെ വെട്ടിക്കൊടുക്കുക. ആ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം 3 ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് 2 എണ്ണം നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ 3 എണ്ണം ഇങ്ങനെ മുകളിൽ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ കിട്ടണം. അതിനുശേഷം ഇതിന് ബേസാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. ബേസിന് വേണ്ടി 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. അതിൻ്റെ മുകളിൽ ചെറിയ പീസ് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പുറവും ഇപ്പുറവും ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ആ 2 എണ്ണം ഒട്ടിച്ച് വെച്ച ആ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഇതേപോലെ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. പക്ഷേ ഹോള് അപ്പുറത്തെ സൈഡ് ആകാൻ പാടില്ല, ഇപ്പുറത്തെ സൈഡ് മാത്രം ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മറ്റതും അതേപോലെ തന്നെ ഹോൾ ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് അതിൻ്റെ ഇടയിൽ കമ്പ് പോലെ വെച്ച് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇതേപോലെ അങ്ങനെ കുത്തിയതിന് ശേഷം ഒരു ഫ്ലെക്സ് ക്യൂക്ക് എടുത്തിട്ട് അപ്പുറവും ഇപ്പുറവും ഒട്ടിച്ചെടുക്കണം. എന്നാലേ ഇത് ബലമായിട്ട് കുറച്ച് നേരം ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ശേഷം നമ്മൾ ഈ 2 സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന 2 എണ്ണത്തിനെ ഒരുമിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്റ്റാൻഡ് പോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിലും ബ്രെഡ്ത്തിലും കട്ട് ചെയ്തെടുക്കുക. മിനി കലണ്ടർ ആയതുകൊണ്ട് മിനിയായിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഞാനൊരു 4 പേപ്പർ എടുത്തിട്ടുള്ളൂ. കാരണം സെപ്റ്റംബറിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസമേ ഉള്ളൂ. അപ്പം 4 പേപ്പർ മതി. അതിനുശേഷം ഞാനതിന് ഗ്രിഡ് ലൈൻസ് വരച്ചു, ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരച്ചു. അതിനുശേഷം മന്തും ഡേറ്റും എല്ലാം എഴുതി കൊടുത്തു. അതിനുശേഷം ഞാനിത് നമ്മൾ തൂക്കിയിടണമല്ലോ, തൂക്കിയിടാൻ വേണ്ടി ഞാനത് 2 ഹോൾസ് കൊടുത്തതിന് ശേഷം ഇതേപോലെ മാസ്കിൻ്റെ ഉള്ളിലൊരു കമ്പിയാണ് ഞാൻ എടുത്തിട്ടത്. പക്ഷേ അതങ്ങാട് ഇട്ടിട്ട് ശരിയായില്ല ഗായ്സ്. അതെന്താണെന്നറിയത്തില്ല. കുറേ തിരിച്ചു നോക്കി, അതൊട്ടും ശരിയല്ല. അവസാനം എനിക്ക് മതിയായി. ഞാൻ അവസാനം ഒരു ത്രെഡ് എടുത്ത് വന്നിട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുത്തു. അതപ്പോൾ അതേണ്ടടാ ശരിയായിരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗായ്സ്. ഇതിപ്പോൾ നമുക്ക് ഡെസ്ക് ഡെക്കോറായിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോക്കാമല്ലോ, നമ്മുടെ ഡെസ്കൊക്കെ ക്യൂട്ടായിരിക്കുന്നത് കാണാൻ നമുക്ക് ഇഷ്ടമല്ലേ. അപ്പോൾ ഗായ്സ്, എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.